നല്ലൊരു മ്യൂസിക്കൽ എൻ്റർടൈൻമെൻ്റാണ്. അതായത് നമ്മൾ മാപ്പിളപ്പാട്ടുകൾ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പല പാട്ടുകളും ഇതിലൂടെ കേൾക്കാൻ സാധിച്ചു. നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ട പല നല്ല പാട്ടുകളും ഇതിലൂടെ കേൾക്കാൻ സാധിച്ചു. നല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ അറിയപ്പെടാൻ കിടക്കുന്ന ഒരു സംഭവമാണ് ഇടക്കെട്ട് എന്ന് പറയുന്നത്. ഈ ഇടക്കെട്ട് എന്താണെന്നും ആ ഇടക്കെട്ട് വരുത്തി വയ്ക്കുന്ന ചില ദോഷങ്ങളും ഗുണങ്ങളും എല്ലാം ഈ സിനിമയിലൂടെ കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റി. പിന്നെ സ്റ്റോറി ബേസിലാണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും സംവിധാനം എല്ലാം വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ കൊള്ളാവുന്ന ഒരു നല്ല പടം. പടം പ്രേക്ഷകരോട് ഇരുന്നപ്പോൾ ഒരുപാട് സന്തോഷം കണ്ടപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമ. നിങ്ങളെല്ലാം കണ്ടില്ലേ, ഒരു ഫാമിലി ഒരു നാട്ടുമ്പുറം ഒരു സംഭവമാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് വേറെ മൂഡാണ്. ഏതാ ഡൊമിനിക്കിന് വെല്ലുവിളിയാണ്. ഡൊമിനിക്ക് വേറെ പാറ്റേൺ, ബെസ്റ്റ് വേറെ പാറ്റേൺ. ഓക്കെ, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അറിയില്ല, പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈവനിങ്ങത്തെ ഷോ കഴിഞ്ഞിട്ട് വേണം ആ ഒരു ജെന്യുവിൻ റിവ്യൂ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കണ്ടപ്പം എനിക്ക് പ്രേക്ഷകരൊക്കെ ഉപരി എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബിഗ് സ്ക്രീനിലുള്ള ഫസ്റ്റ് പ്രൊജക്റ്റാണിത്. അപ്പം അമ്മ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അമ്മ അങ്ങനെ എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ അമ്മയുടെ ഫേസിലുണ്ടാകുന്ന എക്സ്പ്രഷനാണ് ഞാൻ കൂടുതലും നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ആ സീൻസ് നന്നായിട്ട് കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ വേറൊരു ദിവസം വേറൊരു ഷോയ്ക്ക് വന്നിട്ട് കാണണം. ക്യാരക്ടർ ഇപ്പം ഞാൻ കോമഡി റോൾസ് ഇതിനു മുമ്പും കുറേ ചെയ്തിട്ടുണ്ട്, ഫിലിമിൽ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം കോമഡി യൂസ്ഡ് ആണ്. പിന്നെ ആളുകളാണല്ലോ അതിൻ്റെ ഒരു അഭിപ്രായം പറയേണ്ടത്. ഞാൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, എൻ്റെ റോള് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളാണ് പറയേണ്ടത് അത് പെർഫെക്റ്റായോ അല്ലയോ. നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഈ സിനിമ കാണാൻ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ നമ്മുടെ പോർഷൻസ് വന്ന് അഭിനയിച്ച് പോയി എന്നല്ലാണ്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരുന്നത്, ഈ കഥയിലേക്ക് എങ്ങനെ കണക്റ്റ് ആവുന്നത് എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പം ഞങ്ങളുടെ ഡയറക്ടർ ഷാനസം, അതുപോലെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ KV അബ്ദുൽനാസർ സാർ എനിക്ക് ഈ കഥാപാത്രം തന്നതും, അതുപോലെ ഷൂട്ടിംഗ് ടൈം തൊട്ട് ഞങ്ങളെ എല്ലാ ആർട്ടിസ്റ്റും ഒത്തിരി കംഫർട്ടബിൾ ആക്കി വർക്ക് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു ബെസ്റ്റ്. അത് ആ ഒരു കംഫർട്ട് ഞങ്ങളെല്ലാവരുടെയും സിനിമ കണ്ടപ്പോഴും മനസ്സിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും പെരുമാറിയിട്ടുള്ളത്, എൻറ്റയർ ക്രൂ. അപ്പോൾ ആ സിനിമ തിയേറ്ററിലെത്തി, കുറച്ച് ഫസ്റ്റ് ഷോ കഴിഞ്ഞു, കുറച്ച് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. ഇനി അങ്ങോട്ടേക്ക് ഞങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റിലും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആണെങ്കിൽ അത് നിങ്ങളുടെ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായമാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും പ്രേക്ഷകർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങളെ അറിയിക്കണം എന്നാണ് എൻ്റെ ഈ സിനിമയിലെ ഒരു ആർട്ടിസ്റ്റ് ഒരു ഭാഗം എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. താങ്ക് യു സോ മച്ച്. അയ്യോ, ഭയങ്കര ഞാൻ ചെന്നൈക്ക് വരുന്നുണ്ട്. ചെന്നൈയിലേക്ക് വരുന്നുണ്ട്. എനിക്ക് ரொம்ப ഇത് കുടിച്ചിருக்கு ഫൈറ്റ്. ഇന്ന് മൂഞ്ചി വെച്ചൊരു വേഷം. അയ്യോ, ഫൈറ്റ് രക്ഷയില്ല. അല്ലല്ല, ഫൈറ്റ് രക്ഷയില്ല. ഇത് ലേഡിക്ക് ഇഷ്ടപ്പെട്ട പടം. ഇത് ലേഡിക്ക് നല്ല പെർഫോമൻസ് ആണ്. ചേച്ചിയുടെ ഫൈറ്റ് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ചേച്ചി മലയാളികൾക്ക് ரொம்ப ഇഷ്ടം. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ரொம்ப പിടിക്കും. அந்த വാക്ക് കെട്ട വാർത്തയല്ല. இந்த ഫിലിം பார்க்குമ്പോഴേ നമുക്ക് தெரியும். തമിഴാണ്. അപ്പോൾ ബെസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. இந்த ആളുടെ ഫൈറ്റ് ரொம்ப പിടിക്കും. നല്ല ഫൈറ്റാണ്. എല്ലാവരും തിയേറ്ററിൽ വാങ്ങോ പോങ്കോ. ആക്ടിങ് പക്ക. ചെന്നൈ താരം ചെന്നൈക്ക് ഞങ്ങൾ രണ്ടുപേരും ചേച്ചി വിളിച്ചിട്ടുണ്ട്. എല്ലാവരും സാക്ഷിയാണല്ലോ. അടുത്ത മൂവിക്ക് ഞങ്ങൾ ചെന്നൈക്ക് അതായത് എന്താ പറയാ, റീൽസിന് ചെയ്യുന്ന പ്രചോദനമാണ് ഈ കുട്ടി. റീൽസിലൂടെ ഒരുപാട്
ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടി അതിനകത്ത് സിനിമയിൽ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പ്രായക്കാർക്ക് അതിന് ഭയങ്കര ഗ്ലാമറുള്ള ഈ കുട്ടി മാത്രമേ സിനിമയിൽ ഭയങ്കര നല്ല രസമുണ്ട്. നിങ്ങൾ ആ മറ്റേ മഞ്ഞി കിടന്ന് ഡാൻസ് കളിക്കുന്നത് അത് ഭയങ്കര ഇഷ്ടം. റീൽസിന്റെ വീഡിയോ അല്ലേ അത് ഞങ്ങളിങ്ങനെ സൂക്ഷിച്ചിട്ട് കണ്ടത് പക്ക